ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ തലശ്ശേരിയിലും കണ്ണൂരൊക്കെ കല്യാണ വീട്ടിലൊക്കെ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഐസ്ക്രീം ചേർക്കാതെ ഐസ്ക്രീം വെള്ളം. ഈ ഒരു ഡ്രിങ്കിന് കോമൺ ആയിട്ട് നമ്മുടെ തലശ്ശേരി നമ്മുടെ നാട്ടിലൊക്കെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ ഇതിന് പേര് പറയുക, ഐസ്ക്രീം ചേർക്കാതെ ഐസ്ക്രീം വെള്ളം. കാരണം ഇതിൽ ഐസ്ക്രീം ഒന്നും ചേർക്കില്ല, എങ്കിലും ഐസ്ക്രീം ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്ന അതേ ഫ്ലേവറിലും ടേസ്റ്റിലും ഒക്കെയാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. ഈ ഒരു ഡ്രിങ്ക് കുടിച്ചവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്ര മാത്രമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫുൾ ഫാറ്റ് മിൽക്കോ ലോങ് ലൈഫ് മിൽക്കോ ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതായാലും ചേർക്കാം. പക്ഷേ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം ചെറുതായിട്ട് മധുരം കൂടുതൽ നിൽക്കണം കേട്ടോ, എങ്കിലേ ഈ ഒരു ഡ്രിങ്കിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിംഗ് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാലൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഇനി കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇപ്പം പാല് ചെറുതായിട്ട് തിളക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഈ പൗഡർ ചേർത്ത് കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കരുത്, ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പാൽ കൂടി ചേർത്തിട്ട് ഞാൻ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ കുറച്ച് ഈ ഒരു മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ കട്ടയൊന്നുമില്ലാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കുക, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയി കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പാലൊരു 1-2 മിനിറ്റ് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കണം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കാരണം കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറി ഒന്ന് പൊടിയൊക്കെ ഒന്ന് തിളച്ച് വെന്ത് വരണമല്ലോ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈയിലിടരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ കൈ എടുക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക കേട്ടോ. പെട്ടെന്ന് റെഡിയാവും, ഒരുപാട് സമയവും കാര്യമൊന്നും വേണ്ട. പക്ഷെ ഈ ഒരു പൗഡർ ഇടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ, നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്, പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാവുക. അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കൂടാനും പാടില്ല, എന്നാൽ ഒട്ടും കുറയാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് അതിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1-1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് കേട്ടോ ഇത് മിക്സിയിലൊന്ന് കറക്കി എടുക്കണം. 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. പക്ഷേ എനിക്കിപ്പോൾ ഒരുപാട് തണുപ്പ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ്സ് ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റേജിലാണ് ഇട്ടിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു 1-2 മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കുക. എങ്കിലും നല്ല ക്രീമി ആയിട്ട് നല്ല പതഞ്ഞിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ഇടാതെ ഡയറക്റ്റ് അടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഡ്രിങ്ക് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് നല്ല പതഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഇതിൽ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും എന്തെങ്കിലും നട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരു ആപ്പിൾ ഇതുപോലെ ഗ്രേറ്ററിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തത് ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്കസ് ഇതുപോലെ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളത്തിൽ, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക.
എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിപ്പം വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് ഇത്രയും നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട്, സാധാരണ നമ്മൾ കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കടിക്കാനൊന്നും കിട്ടില്ല, ചെറുതായിട്ടൊക്കെ കിട്ടിയ ആ ഒരു രീതിയിൽ നട്ട്സൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ശരിക്കുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഇങ്ങനെയാണ്, പക്ഷെ കല്യാണ വീട്ടിലൊക്കെ അത്രയല്ലേ കിട്ടുള്ളൂ ആ ഒരു രീതിയിൽ. അപ്പോൾ ഇതാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ചേർക്കാതെ ഐസ്ക്രീം വെള്ളം റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ചേർക്കാതെ ഐസ്ക്രീം വെള്ളം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഡ്രിങ്കിന് ടേസ്റ്റ് അറിയുന്നവർ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു കിഡിലൻ ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്